അമേരിക്ക ഗാസ പിടിച്ചെടുത്താൽ പലസ്തീൻകാർക്ക് അവകാശമുണ്ടാകില്ലെന്ന് ആവർത്തിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ്. നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. ഗാസ പിടിച്ചെടുക്കുമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഭാവിയിലേക്ക് വേണ്ടിയുള്ള റിയൽ എസ്റ്റേറ്റ് പദ്ധതിയാണ് തങ്ങൾ ലക്ഷ്യമിടുന്നതെന്നും ട്രംപ് വ്യക്തമാക്കി. വെടിനിർത്തൽ കരാറിൽ നിന്ന് പിന്മാറുമെന്നും ട്രംപ് ഭീഷണി ഉയർത്തുന്നുണ്ട്. അമേരിക്കൻ പ്രസിഡന്റിന്റെ ഈ പ്രതികരണങ്ങളിലൂടെ ഗാസയിൽ അസാധാരണ നീക്കങ്ങൾക്ക് മുതിരുകയാണെന്നാണ് വ്യക്തമാകുന്നത്. അമേരിക്ക ഗാസ പിടിച്ചെടുത്താൽ പലസ്തീൻകാർക്ക് അവിടെ പിന്നീട് അവകാശം ഉണ്ടാകില്ലെന്നാണ് ട്രംപിന്റെ വാദം. ചില പലസ്തീൻ പൗരന്മാർക്ക് അമേരിക്ക അഭയം നൽകും. നീണ്ട കാലത്തേക്കുള്ള പദ്ധതിയാണ് ലക്ഷ്യമിടുന്നത്. ഭാവിയിലേക്ക് വേണ്ടിയുള്ള ഒരു റിയൽ എസ്റ്റേറ്റ് പദ്ധതിയാണ് താൻ മുന്നോട്ട് വെക്കുന്നതെന്ന് പറഞ്ഞ ട്രംപ് മനോഹരമായ കമ്മ്യൂണിറ്റികൾ ഗാസയിൽ നിർമ്മിക്കുമെന്നും അവകാശപ്പെട്ടു. അമേരിക്ക പിടിച്ചെടുക്കുന്ന ഗാസയിൽ ഹമാസിന് സ്ഥാനം ഉണ്ടാകില്ലെന്നും ട്രംപ് അവകാശപ്പെട്ടു. വെടിനിർത്തൽ കരാറിൽ നിന്ന് പിന്മാറുമെന്ന ഭീഷണിയും ട്രംപിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. ഹമാസ് ബന്ദികളാക്കിയ എല്ലാവരെയും ശനിയാഴ്ച ഉച്ചയ്ക്ക് മുൻപ് വിട്ടയച്ചില്ലെങ്കിൽ വെടിനിർത്തൽ കരാർ പിൻവലിക്കുമെന്നാണ് ട്രംപിന്റെ ഭീഷണി. വെടിനിർത്തൽ കരാറിൽ ഇസ്രയേൽ വീഴ്ച വരുത്തിയെന്ന് ആരോപിച്ച് ഹമാസ് ബന്ദിക്കൈമാറ്റം നിർത്തിവച്ചിരിക്കുകയാണ്. ഇതോടെ ഗാസയിൽ നിന്ന് പിന്മാറുന്ന നടപടി നിർത്തിവെക്കുകയാണെന്ന് ഇസ്രയേൽ സൈന്യവും അറിയിച്ചിരുന്നു.